കാരണത്താൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ജുമുഅക്ക് വേഗം പോകണമെന്ന് ഖുർആന്റെ കൽപ്പന ഉണ്ട്. ഈ കൽപ്പന ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്, സ്ത്രീകൾക്ക് ബാധകമാണ്. കാരണം ആയത്തിൽ തന്നെ പറഞ്ഞു വദറുൽ ബൈഅ, കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ വദറുൽ ബൈഅ എന്ന പ്രയോഗം പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുള്ള കൽപ്പനയാണെന്ന് സൂചിപ്പിക്കുന്നു. വ്യക്തമാക്കുന്നൊന്നും ഞാൻ പറഞ്ഞില്ല, സൂചിപ്പിക്കുന്നു. മാത്രമല്ല ജുമുഅക്ക് പോകാനുള്ള കൽപ്പന സ്ത്രീകൾക്ക് ബാധകമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, അൽ ജുമുഅത്തു ഹഖ്ഖുൽ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഇല്ലാ അലാ അർബഅ അബ്ദിൻ മംലൂക്കിൻ ഔ ഇംറഅത്തിൻ ഔ സബിയ്യിൻ ഔ മജ്നൂൻ. ജുമുഅ നിർബന്ധമായും അവകാശപ്പെട്ടതാണ് മുഴുവൻ മുസ്ലിങ്ങൾക്കും, 4 വിഭാഗത്തിനൊഴികെ: അടിമ, കൊച്ചുകുട്ടി, മാനസിക രോഗി, സ്ത്രീ. ഈ 4 വിഭാഗത്തിന് ജുമുഅയുടെ നിർബന്ധമല്ല, അവകാശമല്ല. ജുമുഅയുടെ നിർബന്ധത്തിൽ നിന്ന്, അവകാശത്തിൽ നിന്ന് 4 വിഭാഗത്തെ റസൂലുള്ളാഹി ഒഴിവാക്കി. ഒഴിവാക്കപ്പെട്ട കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്. അതുകൊണ്ട് അവർക്ക് നിർബന്ധമല്ല. ഇന്നെന്താ ഒഴിവാക്കിയത്? ഈ 4 വിഭാഗത്തിന് ഉഴുതറിന്റെ പ്രതിബന്ധമുണ്ട്. എന്താ പ്രതിബന്ധം? കുട്ടിന്റെ പ്രതിബന്ധം എന്താ? കുട്ടിത്വം. വലുതായാലും നിർബന്ധവും. അടിമന്റെ പ്രതിബന്ധം എന്താ? അടിമത്വം. സ്വതന്ത്രനായ നിർബന്ധവും. മാനസിക രോഗി പ്രതിബന്ധം എന്താ? മാനസിക രോഗം. ശിഫയായ നിർബന്ധവും. സ്ത്രീയുടെ പ്രതിബന്ധം എന്താ? സ്ത്രീത്വം. മാറ്റക്കണ കാലാണ്, ആണായാൽ നിർബന്ധവും. അപ്പൊ ജുമുഅയുടെ നിർബന്ധത്തിൽ നിന്ന് ഈ 4 വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കി. അതുകൊണ്ട് ജുമുഅയുടെ നിർബന്ധം ഈ സ്ത്രീകൾ മുതലായവർക്കില്ല. മാത്രമല്ല സൂറത്തുൽ ജുമുഅയിലെ 9-ാം ആയത്തിൽ ജുമുഅക്ക് പോകാനുള്ള കൽപ്പന ഉൾക്കൊള്ളുന്ന ആയത്തുണ്ട്. ഇബ്നു കസീർ, റാസി, ഖുർത്തുബി, മദാരിക്, കശാഫ്, ഹാസിന്, ജമല്, റൂഹുൽ ബയാൻ, റൂഹുൽ മആനി തുടങ്ങിയ 1 ഡസനോളം തഫ്സീറുകൾ ഞാൻ പരിശോധിച്ചു. 2 ഡസൻ പരിശോധിച്ച് അധികം ഇൽമുള്ളവര് വേറുണ്ടെങ്കിൽ പറഞ്ഞോളും, നമുക്ക് കുഴപ്പമില്ല വാപ്പ. 1 ഡസനോളം തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ചു. ഈ തഫ്സീറുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ? ജുമുഅക്ക് പോകാനുള്ള കൽപ്പന പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്, സ്ത്രീകൾ മുതലായവർക്ക് അത് ബാധകമല്ല. അപ്പൊ ആയത്ത് നൽകുന്ന സൂചന, ഹദീസ് നൽകുന്ന പാഠം, തഫ്സീറുകളിലുള്ള പരാമർശം ജുമുഅയുടെ നിർബന്ധം സ്ത്രീകൾക്ക് ബാധകമല്ല, പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. ഇനി അത് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബുലാലയുടെ ഖുർആൻ പരിഭാഷ, മുജാഹിദ് നേതാക്കളിൽ പ്രമുഖരായ ഉമർ മൗലവിയുടെ തർജമാന ഖുർആൻ, അതിലൊക്കെ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ജുമുഅക്കോ ജമാഅത്തിനോ പള്ളിയിൽ പോലും പുണ്യമല്ല, നിർബന്ധമല്ല. അപ്പൊ ആയത്ത്, ഹദീസ്, തഫ്സീർ, ബിദഅ നേതാക്കളുടെ പരിഭാഷ, ഇതൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് ജുമുഅയുടെ നിർബന്ധമോ അവകാശമോ ഇല്ല. പിന്നെ എന്താവശ്യത്തിനായി വാസിക്കുന്നത്? എനിക്ക് മനസ്സിലാവും. ജമാഅത്തിന്റെ കാര്യം വളരെ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ജമാഅത്തിന്റെ കാര്യത്തിലൊന്ന് ഞാൻ പറഞ്ഞേക്കാം. പുരുഷന്മാർ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തി. ഇതാണ് ഹദീസ് നൽകുന്ന പാഠം. സ്ത്രീകളുടെ നേരെ മറിച്ചു, വീടുകളിൽ വെച്ച് സ്ത്രീകൾ നിസ്കരിക്കുന്നതിനെ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, പള്ളികളിൽ പോകുന്നതിനെ തങ്ങൾ നിരുത്സാഹപ്പെടുത്തി. തുല്യ സമീപനം ഏതായാലും ഹദീസില്ല. ഹദീസ് അറിയുന്ന ആരും ഞാൻ ഈ പറഞ്ഞ ആശയത്തെ സത്യസന്ധനാണെങ്കിൽ ചോദ്യം ചെയ്യില്ല. പുരുഷനോട് സ്ത്രീയോട് തുല്യ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? ഒരിക്കലില്ല. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ പുരുഷന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു, വീടുകളിൽ വെച്ചാകുമ്പോൾ നിരുത്സാഹപ്പെടുത്തുന്നു. സ്ത്രീകളുടെ നേരെ മറിച്ച്. എന്നാൽ ഈ നിരുത്സാഹപ്പെടുത്തി സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് എന്നതുകൊണ്ട് ഹറാമെന്ന് പറയാവോ? അതൊരു ഫിഖ്ഹി തർക്കം. നമ്മൾ കാര്യങ്ങൾ മറച്ചു വെക്കുന്നില്ല. പൂർവ്വകാല പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കറാഹത്താണെന്ന് ഒട്ടാറെ അഭിപ്രായം കിട്ടാറുണ്ട്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് കറാഹത്താണ്. ഹനഫി മദ്ഹബിൽ കറാഹത്താണെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തെഹരീമിന്റെ കറാഹത്താണെന്ന് ബദറുദ്ദീൻ അയ്നി അദ്ദേഹത്തിന്റെ ബുഖാരിന്റെ ഷറഹിൽ എഴുതി. തെഹരീമിന്റെ കറാഹത്താണ്. ഇബ്നു ഹജർ തങ്ങൾ ഫതാവൽ കുബ്രയിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമാണെന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ആലൂസി അദ്ദേഹത്തിന്റെ റൂഹുൽ മആനിയിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമ് മാത്രമല്ല, ചിലപ്പോൾ കബീറത്താകും, വൻ കുറ്റമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. وقد يكون كبيرة إذا عظمت مفسدته أما إذا ظنت فهو حرام غير كبيرة എന്നാണ് ആലൂസിന്റെ ഭാഗം.
തഹരീമിന്റെ കറാത്താണ്, ഹറാമാണ്, കബീറത്താണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാൻ തർക്കം ഒഴിവാക്കുക, പരമാവധി തർക്കം ഒഴിവാക്കുക. ഏറ്റവും താഴെ തട്ടിലുള്ള അഭിപ്രായമൊക്കെ കറാത്താണ്. വാദത്തിന് വേണ്ടി എന്നായിട്ട് മൈനെന്താ? സ്ത്രീകൾ പള്ളിയിൽ പോലെ കറാത്താണ് എന്നതിന് മൈനെന്താ? കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത് എന്നാണ്. അപ്പൊ സ്ത്രീകൾക്ക് മരിച്ചു ചെന്ന് പണത്തോടെടുത്ത് കൂലി കിട്ടണമെങ്കിൽ പള്ളിയിലേക്ക് പോകാതിരിക്കണം. പിന്നെന്തിനു വേണ്ടിയാണ് ഈ പാട്ട്? വസ്തുതകളിലാണ് ഈ കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ട് പിന്നെ ചില ആളുകൾ വാശി പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അത് നോക്കില്ല. ഇന്നത്തെ വാശിയാകുന്നത് ഒരു വലിയ രോഗമാണ്. അതിന് പടച്ച കൊണ്ടുവരാൻ ഹിദായത്ത് കൊടുക്കല്ലാത്ത യാതൊരു മരുന്നും അതില്ല. വാശിക്ക് പടച്ചോ ഹിദായത്ത് കൊടുക്കല്ലാത്തൊരു മരുന്നില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ കഥാതാവകാരാണ് ശത്രുക്കളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ശത്രുക്കളുടെ ആയുധം കട്ടി കഥാതാവകാരന് കണ്ണ് പറഞ്ഞു പോകും. രണ്ട് കൈകൊണ്ട് താങ്ങിപ്പിടിച്ച് പ്രവാചക സന്നിധിയിൽ ചെന്നു. തങ്ങൾ പൂർവ്വസ്ഥാനത്ത് കണ്ണുവെച്ച് തടഞ്ഞു കൊടുത്തു. കാഴ്ച മുമ്പത്തേക്കാൾ തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, മരണം വരെ ആ കണ്ണിന് പിന്നെ കാഴ്ചപ്പാട് ഉണ്ടായിട്ടില്ല. അതാണ് മഹാനായ ഖത്താദയുടെ കണ്ണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് തടഞ്ഞപ്പോൾ അതിന്റെ കാഴ്ച പൂർവോപരി തിരിച്ചു കിട്ടി. ഈ വിവരം മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായികളിൽപ്പെട്ട ഒരൊറ്റ കണ്ണനാണ്. മുസൈലിമ നബിയാന്ന് വാദിച്ച ആളാണ്. ഓന്റെ അനുയായികളിൽപ്പെട്ട ഒറ്റ കണ്ണൻ ഈ വിവരം അറിഞ്ഞ് മുസൈലിമന്റെ അടുത്ത് എന്ന് പറഞ്ഞു, മുഹമ്മദിന്റെ അനുയായിക്ക് കണ്ണ് നഷ്ടപ്പെട്ട മുഹമ്മദ് തടഞ്ഞപ്പോ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇന്റെ ഈ കണ്ണിന് കാഴ്ചയല്ല ഒന്ന് തടഞ്ഞാൽ തിരക്കണില്ല. തടഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഓന്റെ നബിയാന്നല്ല കൊടുത്തത്. മുസൈലിമ തടഞ്ഞു കൊടുത്തു. തടഞ്ഞതോടുകൂടി മറ്റേ കണ്ണോട് പൊട്ടി, ഉള്ളതും പോയി കിട്ടി. മറ്റു കണ്ണ പൊട്ടി, രണ്ടും പോയി കിട്ടി. അങ്ങനെ തപ്പി തള്ളി പുറത്തിറങ്ങിയപ്പോ മുസ്ലിമീങ്ങളാളെ ഉപദേശിച്ചു, ഉള്ള കണ്ണും പോയി കിട്ടിയില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഷഹാദത്ത് ചൊല്ലി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയേക്കുക. അപ്പൊ അയാൾ എന്താ പറഞ്ഞാലും ഇപ്പൊ നബിയാന്ന് എനിക്ക് ഉറപ്പായി. ഈ കണ്ണ് തടഞ്ഞിട്ട് മറ്റേ കണ്ണല്ല കൂട്ടിയത്. നമ്മൾ മൊഴിച്ചതിൽക്കാൻ വരുമ്പോൾ തടഞ്ഞ കണ്ണനി പൊട്ടാൻ പാടില്ല, തർത്തീബില്ലാത്ത മുഹാലാണ്. മറ്റേതും കൂടി അള്ള കുരുടാക്കിയതാണെന്ന് അയാൾക്ക് ചിന്തിക്കാൻ സാധിച്ചില്ല. കാരണം വാശി. അതുകൊണ്ട് അങ്ങനെയുള്ള വാശിയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വിശദീകരണ പ്രഭാഷണം വിദായി പ്രസ്ഥാനക്കാർക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നമ്മൾ അമ്പിയാവുകാക്കന്മാരെ കുറിച്ച് മഹാന്മാരെ കുറിച്ചൊക്കെ ചില വിശ്വാസങ്ങളൊക്കെ വെച്ചു പുലർത്തുമ്പോൾ അതെങ്ങനെ പങ്കെടുക്കും? അതെന്താ ഇങ്ങനെ ചില ബുദ്ധി കൊള്ളണില്ല എന്നുള്ള ന്യായങ്ങൾ. ഭൂമി ഒരുണ്ടാ പോലെ കയ്യിൽ എന്നാവർ, ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നാവർ. ഭൂമി ഒരു ഉണ്ട പോലെ കയ്യിലെത്തി എങ്ങനെ പറയുന്നു? ഇപ്പൊ മനസ്സിലായി പറയുന്നുണ്ടാവും. ഒരു കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഭൂമി ഒരു ഉണ്ടാ പോലെ വിരൽ തുമ്പി എന്നോ പറയുന്ന പറയാം. കയ്യൊന്നും മുഴുവൻ വേണ്ട അല്ലേ? ഭൂമി അതൊക്കെയും ഒരു ചുമടെന്ന. ഈ ആഗോളവൽക്കരണത്തിനൊന്നും എതിർത്തിട്ട് കാര്യമില്ല. ലോകം മുഴുവൻ ഒറ്റ യൂണിറ്റാണ്. ഇനി മത്സ്യക്കാരൻ അത് മുന്നിൽ കേൾക്കാൻ പാടില്ല, മറ്റുള്ള അവർ കയറ്റാൻ പാടില്ല, ഇന്ത്യ ഇറക്കാനും കയറ്റാനും പാടില്ല, മത്സ്യം മുഴുവൻ പെടുന്ന അറിയണം. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളൊക്കെ നമ്മളെ പത്രങ്ങൾക്ക് സെൻസർ ചെയ്യുന്ന നേരത്തെ കറുത്ത മഷി അടിക്കുക. പത്രം അവിടെ ഇറക്കുമ്പോൾ ഇവർക്ക് പോലും പറ്റാത്തുണ്ടെങ്കിൽ ഇനി മഷി അടിച്ചിട്ടുണ്ട കാര്യം. കാരണം ഇവിടെ ഇറങ്ങുമ്പോഴേക്ക് അവിടെ മഷി കത്താൻ കഴിയില്ല. ലോകം മുഴുവൻ യൂണിറ്റാണ്. സത്യത്തിൽ മുജാഹിദ് ജമാഅത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പഴഞ്ചന്മാരായി കൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഇവരെ പുറകോട്ട് മാറ്റി. ഇങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളില്ലാത്ത കാലത്ത് അമ്പിയാവുകാക്കന്മാർക്ക് ചില കഴിവുകളെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൊയ്തറിന് കറാമത്തെന്നൊക്കെ പറയാറ്. അത് സാങ്കേതികമായ പേരാണ്. ആ പേര് പറ്റിയില്ലെങ്കിൽ വേറെ ആളും പേരുണ്ടാവും. മുസ്ലിമീങ്ങൾ വെക്കുന്ന പേരാണ്. മുസ്ലിമീങ്ങൾ പേരാണ് പറ്റാത്തോണ്ടെങ്കിൽ വേറെ പേര് വെച്ചാൽ
അത് തലി കൊള്ളില്ല എന്നാണ്. തലി കൊള്ളാത്ത സംഭവം കുറച്ച് വലുതാണ്, തല ചെറുതാണ്. കൊള്ളൂല്ലോ തീർച്ചയായും. ഈ ക്ലാസ്സിൽ കൊള്ളൂ. കൊള്ളൂല. എന്താ കൊള്ളാതെ? കൊള്ളൂല. ക്ലാസ് ചെറുതാണ്, ക്ലാസ് വലുതാണ്. ക്ലാസ്സിനേക്കാണോ വലിയൊരു ക്ലാസ്സിലാക്കി കൊടുത്താലോ കൊള്ളൂ. ഈ കൊള്ളൂല. പഴയ കാലത്ത് കാരണന്മാർ പറയില്ലേ